നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് കുട്ടികളുടെ ചിക്കൻ ബോക്സിനെ കുറിച്ചാണ്. ഈ വിഷയം ചർച്ചയിനായി നമ്മോടൊപ്പം ഉള്ളത് ചങ്കരമംഗലത്തിലെ സൺറൈസ് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻറ്റും അതുപോലെ തന്നെ പീഡിയാട്രീഷ്യനുമായ ഡോക്ടർ ഫ്രാൻസിസ് ചെറിയാനാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. സാറേ, കുട്ടികളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പേരൻസ് ഏറ്റവും കൂടുതൽ പേടിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഈ ചിക്കൻ പോക്സ് എന്ന് പറയുന്നത്. ഞങ്ങളുടെ വീട്ടിന് അടുത്തുള്ള ഒരാൾക്കൊരു ചിക്കൻ പോക്സ് ഡയഗ്നോസ് ചെയ്താലോ, അല്ലെങ്കിൽ കൂടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ചിക്കൻ പോക്സ് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാലോ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് എൻ്റെ കുട്ടിക്ക് വരുമോ, എൻ്റെ മുഖത്ത് സ്കാർ ഉണ്ടാവുമോ, പനിയാവും, ഒരു 2 ആഴ്ചത്തോളം കുട്ടിക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും, സ്കൂളിൽ പോകാനുള്ള റെസ്ട്രിക്ഷൻ ഉണ്ട്. ഈവൻ ചിക്കൻ പോക്സ് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ടീച്ചേഴ്സ് തന്നെ അങ്ങോട്ട് പറയും ഇനി കുട്ടി ഇനി കംപ്ലീറ്റ് ആയിട്ട് മാറുന്നത് വരെ സ്കൂളിലേക്ക് വിടണ്ട എന്ന്. മറ്റേത് പ്രശ്നമാണെങ്കിലും കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കൂളിലേക്ക് വരാൻ ടീച്ചേഴ്സ് പറയുന്നത് ഈ ചിക്കൻ ബോക്സ് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് മാറിയിട്ട് സ്കൂളിൽ വന്നാൽ മതി എന്ന് പറയാറുണ്ട്. അപ്പോൾ ചിക്കൻ പോക്സ് അത്രയേറെ പകരുന്ന ഒരു അസുഖമാണോ? ഈ ചിക്കൻ പോക്സിനെ കുറിച്ച് നമ്മൾ തിയററ്റിക്കലായിട്ട് പറയുന്നതിനുപരി ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ സാധാരണ ജനങ്ങൾക്കും കുട്ടികൾക്കും അവരുടെ പേരൻസിനും ഗുണകരമായ രീതിയിൽ അറിയേണ്ടതും അറിയാൻ പാടില്ലാത്തതുമായ കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം അവർക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയണേ കാര്യമുള്ളൂ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ച് ഇപ്പോൾ തിയററ്റിക്കലായിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടൊന്നും ഒരു സാധാരണ ആൾക്കാർക്ക് അവർക്ക് അറിഞ്ഞുകൊള്ളുന്നില്ല. സത്യം പറഞ്ഞാൽ അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ കൂടുതൽ ശരിക്കും പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ചിക്കൻ ബോക്സ് അഭിലാഷ് പറഞ്ഞ ഒരു കാര്യം സത്യമാണ്. ചിക്കൻ ബോക്സ് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യണ ഒരു ഡിസീസാണ്. ഹൈലി കണ്ടേജിയസ് ആണ്. പക്ഷേ പേടിക്കാനായിട്ടൊന്നുമില്ല. അത് ശരിക്കും പറഞ്ഞാൽ ഒരു വൈറസാണ് ഉണ്ടാക്കുന്നത്. വാരിസെല്ല സോസ്റ്റർ വൈറസ് എന്ന് പറഞ്ഞാൽ ഹെർപ്പസ് ഗ്രൂപ്പിലെ ഒരു വൈറസാണ് ഉണ്ടാക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യും. പക്ഷേ അത് തന്നെ 2 കാറ്റഗറി ആയിട്ട് വരാൻ വേണമെങ്കിൽ എന്ന് വെച്ചാൽ ചില ആൾക്കാർക്ക് ഇത് വളരെ സിവിയറായിട്ട് പൊന്തി, ഒരു റാഷ് പോലെ പൊന്തി, വെസിക്കിളൊക്കെ പൊന്തി വളരെ മാരകമായ ഒരു ലുക്കോട് കൂടിയുള്ള ഒരു അവസ്ഥയുണ്ട്. ചില ആൾക്കാർക്ക് ഇത് വന്നു പോകുന്നത് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. കാരണം എന്ന് വെച്ചാൽ അവിടെ ഇവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് പൊന്തി ചെറിയൊരു ചൂടോടുകൂടി വന്ന് നമ്മൾ അറിയാൻ കൂടിയില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചിക്കൻ ബോക്സിനെ കുറിച്ച് അങ്ങനെ ഒരു പേടിക്കേണ്ട ഒരു അവസ്ഥയൊന്നുമില്ല. പക്ഷേ നമ്മൾ ചിക്കൻ ബോക്സ് വന്നാൽ കറക്റ്റായിട്ട് നമ്മൾ ഡോക്ടറെ പോയി കാണണം. നമ്മൾ ഡോക്ടർ ശരിക്കും ഡയഗ്നോസ് ചെയ്യണം. നമ്മൾ മെഡിസിൻ്റെ ഒരു ഫാക്ടറിലേക്ക് വരികയാണ്. സത്യം പറഞ്ഞാൽ ചിക്കൻ ബോക്സിന് ഇതുവരെ ഒരു മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. ഒരു വൈറസ് ഉണ്ടാക്കുന്ന അസുഖത്തിന് നമ്മൾ ഇതുവരെ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. ചിക്കൻ ബോക്സിനും മരുന്ന് കണ്ടുപിടിച്ചില്ല. പിന്നെ നമ്മൾ എഴുതുന്നത് മരുന്ന് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുമൂലം പല പല കോംപ്ലിക്കേഷൻസ് വരും. ഇപ്പോൾ സ്കിന്നാണെങ്കിൽ തന്നെ നമ്മുടെ മുകളിലുള്ള റാഷ് ആണെങ്കിൽ സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷനൊക്കെ, അപ്പോൾ അത് ഇൻഫെക്റ്റഡ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്, സെക്കൻഡറി ഇൻഫെക്ഷൻ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നത്. പിന്നെ മെയിനായിട്ട് നമ്മൾ സിംറ്റമാറ്റിക് സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റാണ്. ഇപ്പോൾ ചൊറിച്ചിൽ പോലെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ആൻറ്റിഹിസ്റ്റമീൻ കൊടുക്കും, മരുന്ന് കൊടുക്കും ചൊറിച്ചിൽ കുറയാൻ വേണ്ടിയിട്ട്. പിന്നെ എന്തെങ്കിലും മേത്ത് നമ്മളൊരു ലോഷൻ പറ്റി കൊടുക്കും. അങ്ങനെ പനി ഉണ്ടെങ്കിൽ പനിയുടെ മരുന്ന് കൊടുക്കും, റെസ്റ്റ് എടുക്കും. അതല്ലാണ്ട് ഇതിന് ആയിട്ടൊരു മെഡിസിൻ സത്യം പറഞ്ഞില്ല. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇതൊരു സെൽഫ് ലിമിറ്റിംഗ് കണ്ടീഷനാണ്. ഇതിന് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വരികയാണ് വന്ന ആൾ ഐസൊലേറ്റ് ചെയ്യണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ആൾ സാധാരണ ഇപ്പോൾ ഒരു കുട്ടിയാണെങ്കിൽ തന്നെ വലിയ ആളാണെങ്കിൽ തന്നെ ആ ആളെ റൂമിൽ ഒരു 1 വീക്കോളം നമ്മൾ അടച്ചിട്ടിട്ട് ഇതിന് വീട്ടിൽ വന്ന ആർക്കെങ്കിലും മരുന്നും ഭക്ഷണവും കൊടുക്കുന്ന ഒരു രീതിയാണ് നമ്മൾ യൂഷ്വലി ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റായിട്ട് കാണാറ്. പല അസുഖങ്ങൾക്കും ട്രീറ്റ്മെൻറ്റ് ഐസൊലേഷനാണ്. കാരണം ഇത് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും വരും. അതുകൊണ്ട് നമ്മളതിൻ്റെ ട്രീറ്റ്മെൻറ്റായിട്ട് ഐസൊലേഷനാണ് പറയാറ്. മരുന്ന് നമ്മളൊരു കോഴ്സ് ആൻറ്റിബയോട്ടിക് കൊടുക്കും. പക്ഷേ പേടിക്കാനായിട്ട് ഒന്നുമില്ല. നമ്മൾ ശരിക്കുള്ളൊരു ചികിത്സ എടുക്കുകയാണെങ്കിൽ ചിക്കൻ ബോക്സ് സാധാരണ ഒരു വൈറൽ ഫീവറായിട്ട് കരുതേണ്ട കാര്യമേ ഉള്ളൂ. തീർച്ചയായിട്ടും ചിക്കൻ ബോക്സിനോടൊപ്പം എഴുതുന്ന ഒരു മരുന്നാണ് യഥാർത്ഥത്തിൽ അസൈക്ലോവീർ എന്ന് പറയുന്ന മരുന്ന്. അപ്പോൾ ഈ അസൈക്ലോവീർ എന്ന് പറയുന്ന മരുന്ന് ചിക്കൻ പോക്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് തന്നെയാണോ, മറ്റേതെങ്കിലും കണ്ടീഷൻ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ എത്രത്തോളം ഫലവത്താണ് ഇത്തരം മരുന്നുകൾ ഉപയോഗിക്കുന്നത്? നല്ല ചോദ്യമാണ് അഭിലാഷ് ചോദിച്ചത്. അസൈക്ലോവീർ എന്ന് പറഞ്ഞ ഒരു ആൻറ്റിവൈറൽ ഡ്രഗാണ് ശരിക്കും പറഞ്ഞാൽ. ജാൻസൈക്ലോവീർ, ഫോസ്കാർനെറ്റ്, അസൈക്ലോവീർ അതൊക്കെ ഒരു വൈറൽ ഡ്രഗ്സ് ആണ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ചിക്കൻ ബോക്സിന് ഡ്രഗ് ഓഫ് ചോയ്സ് ആയിട്ട് പലയിടത്തും അസൈക്ലോവീർ പറയുന്നുണ്ട്. നമ്മൾ അതിൻ്റെ ഡോസ് എന്ന് പറഞ്ഞാൽ 20 mg/kg ആണ്. ടോട്ടൽ അപ് ടു 800 mg, ഒരു 4 times ഡെയിലി for 5 days ആണ് എൻ്റെ ട്രീറ്റ്മെൻറ്റ് ശരിക്കും പറഞ്ഞാൽ ചിക്കൻ ബോക്സിൻ്റെ. പക്ഷേ അതിലുപരി നമ്മൾ ശരിക്കും അതിപ്പോൾ കൊടുത്തിട്ടില്ലെങ്കിലും ചിക്കൻ ബോക്സ് ഹീൽ ഔട്ട് ചെയ്യാറുണ്ട്. അസൈക്ലോവീറിൻ്റെ റോള് വരുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഇമ്മ്യൂണോ കോംപ്രമൈസ് പേഷ്യൻറ്റ്, അല്ലെങ്കിൽ ഒരു ഡയബറ്റിക് പേഷ്യൻറ്റ്, അല്ലെങ്കിൽ ഒരു ഓൺ ഗോയിങ് ഇൽനെസ് ഉള്ള പേഷ്യൻറ്റ്, സ്റ്റിറോയിഡ്സ് എടുക്കുന്ന ഒരു പേഷ്യൻറ്റ്, അങ്ങനത്തെ പേഷ്യൻസിന് അസൈക്ലോവീർ എടുക്കണം എന്നാണ് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു ഡബിൾ പ്രൊട്ടക്ഷൻ കിട്ടും. ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ആൾക്കാർ ഇമ്മ്യൂണിറ്റി വളരെ ലോവർ ആയതുകൊണ്ട് ഒരു സെൽഫ് ലിമിറ്റിംഗ് കോസ് ചിലപ്പോൾ അവർക്ക് അതിജീവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവർക്ക് എടുക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ഹീലിംഗ് ഉപയോഗപ്രദമാണെന്ന് ചില ബുക്സിൽ പറയുന്നുണ്ട്. നമുക്കത് അത്ര എഫക്റ്റീവ് അല്ല. പല ഡോക്ടർമാരും പല രീതിയിലാണ് ഇതിനെ കാണുന്നത്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഫാദറും പീഡിയാട്രീഷ്യൻ തന്നെയാണ്. ഫാദറും 40 years അവിടെ ആയിട്ട്. അപ്പോൾ ഫാദറും ഞാനും അങ്ങനെ ഞങ്ങൾ ഒരു ക്ലിനിക്ക് നടത്തണം കുന്നംകുളത്ത്. അപ്പോൾ മെയിനായിട്ട് അസൈക്ലോവീറിന് അങ്ങനെ വലിയ റോളില്ല. ഞങ്ങൾ മാക്സിമം ഒരു ആൻറ്റിബയോട്ടിക് കവറേജോടും റെസ്റ്റോടും നമ്മൾക്ക് പലതും പോരാറുണ്ട്. പിന്നെ അസൈക്ലോവീറിൻ്റെ ചില സ്ഥലങ്ങളിൽ നെറ്റിലൊക്കെ പറയുന്ന ചില
ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 25% കൂടുതലായിട്ട് വരാണ്ടിരിക്കാൻ വേണമെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കാം. ഈ റാഷ് ഓൾമോസ്റ്റ് 250ഓളം ലീഷൻസ് വരുന്നതാണ് പറയുന്നത് ഒരു ഹൈലി ഫുൾ ഫ്ലെഡ്ജ് ചിക്കൻ ബോക്സിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു 3rd ഡേ ഇപ്പോൾ ഡയഗ്നോസ് ചെയ്ത് അസൈക്ലോവിർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വേണമെങ്കിൽ ലീഷൻസിൻ്റെ എമൗണ്ട് വേണമെങ്കിൽ ഒന്ന് കുറയ്ക്കാം. 2 ഡ്യൂറേഷനും വേണമെങ്കിൽ കുറയ്ക്കാം. നമ്പറും ഡ്യൂറേഷനും കുറയ്ക്കുമെന്ന് ചില ബുക്കിലും നെറ്റ്സും, പക്ഷേ ആ പഠനങ്ങളൊന്നും അത്ര വലിയ സ്വീകാര്യമല്ല. എന്നാലും പലയിടത്തും അസൈക്ലോവിയർ ഒരു ഡ്രഗ് ഓഫ് ചോയ്സ് ആയിട്ട് പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ നമുക്ക് അസൈക്ലോവിയർ കൊടുക്കാണ്ട് തന്നെ യൂഷ്വലി നമുക്ക് ഒരു 7 ഡേയ്സ് കൊണ്ട് ചിക്കൻ ബോക്സ് ഫുള്ളായിട്ട് ക്യൂർ ആയിട്ട് കാണാറുണ്ട്. ഇതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ്, അതായത് ഒരു എക്സ്പോഷർ ഉണ്ടായി കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു ക്ലാസ്സിലൊരു കുട്ടി, അടുത്തിരിക്കുന്ന കുട്ടിക്ക് ചിക്കൻ ബോക്സ് വന്നു. അപ്പോൾ പേരൻസിനൊക്കെ പേടിയാണ് ഈ കുട്ടിക്ക് ഇനി ചിക്കൻ ബോക്സ് വരുമോ, ഈ കുട്ടി ഇത് പകർത്തുമോ എന്നറിയാൻ. അപ്പോൾ എത്ര ദിവസത്തിനകം ഒരാൾക്ക് ഒരു എക്സ്പോഷർ ഉണ്ടായാൽ എത്ര ദിവസത്തിനകത്ത് ചിക്കൻ ബോക്സ് വരാം? അഭിലാഷ് ചോദിച്ച ചോദ്യമാണ് ഞാനും മനസ്സിൽ കണ്ടത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ചോദ്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ സാധാരണ പേരൻസിനും അവർക്കൊക്കെ അറിയേണ്ടത്. സത്യം അല്ലാണ്ട് ചിക്കൻ ബോക്സ് ഏത് വൈറസാണ് ഉണ്ടാക്കിയതെന്ന് അറിഞ്ഞില്ല അവർക്ക് കുഴപ്പമില്ല. ചിക്കൻ ബോക്സിൻ്റെ മോർട്ടാലിറ്റി എത്രയാണെന്ന് അറിഞ്ഞാൽ അവർക്ക് കുഴപ്പമില്ല. ചിക്കൻ ബോക്സ് നമ്മുടെ ഗ്ലോബലി എവിടെയൊക്കെ കൂടുതൽ കാണണം, എവിടെയൊക്കെ കുറവ് കാണണം, അതൊന്നും അവർ ഈ ഒക്കെ ചോദ്യങ്ങൾ നല്ല ചോദ്യങ്ങളാണ്. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു വൈറസ് നമ്മുടെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ 14 to 16 days ആണ് ഇൻക്യുബേഷൻ പീരീഡ്. അതായത് 2 ആഴ്ചത്തോളം പിടിക്കും ഫസ്റ്റ് സിംറ്റം ഐദർ ഇറ്റ് വിൽ ബി എ റാഷ് അല്ലെങ്കിൽ ഒരു മൈൽഡ് ഗ്രേഡ് ഫീവർ വിത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ സിംറ്റംസ് ഡെവലപ്പ് ചെയ്യാൻ 15 ദിവസത്തോളം പിടിക്കും. നെക്സ്റ്റ് പാർട്ട് അഭിലാഷ് ചോദിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര നാൾ വരെ ഒരാൾക്ക് ചിക്കൻ ബോക്സ് വന്നാൽ അത് വേറെ ആൾക്ക് പകർത്താം അല്ലേ? അപ്പോൾ അത് 1 day ബിഫോർ ദ അപ്പിയറൻസ് ഓഫ് റാഷ്. അതായത് ഇപ്പോൾ ഇന്ന് നമുക്ക് റാഷ് പൊന്തിയാൽ ഇന്നലെ തൊട്ട് 5 days ആഫ്റ്റർ ദ അപ്പിയറൻസ് ഓഫ് റാഷ്, അതായത് 5 ദിവസം റാഷ് കഴിഞ്ഞിട്ട്. അപ്പോൾ ടോട്ടൽ ഓഫ് 6 days. ഈ 6 ദിവസമാണ് ഒരു പേഷ്യൻ്റ് വിത്ത് ചിക്കൻ ബോക്സിന് മറ്റേ വേറൊരാൾക്ക് പകർത്തി കൊടുക്കാൻ. അപ്പോൾ ഒരു 1 വീക്കാണ് പറയുന്നത്. പക്ഷേ ഈ വന്ന 6 days നമുക്ക് ഒരുപാട് ശ്രദ്ധിക്കാൻ പറ്റും. കാരണം നമുക്കറിയാം യൂഷ്വലി നമുക്ക് ചിക്കൻ ബോക്സ് ബിഫോർ 1 day, ആ 1 day നമുക്കറിയില്ല നമ്മുടെ കുട്ടിക്കോ നമുക്കോ ചിക്കൻ ബോക്സ് ഉണ്ടോ ഇല്ലയെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ പ്രിക്കോഷൻ എടുക്കത്തില്ല. അങ്ങനത്തെ ബിഫോർ 1 day വന്നിട്ടുള്ള റാഷ് സ്പ്രെഡ് ചെയ്തിട്ടാണ് മെയിനായിട്ട് പലർക്കും ചിക്കൻ ബോക്സ് അറിയാണ്ട് കിട്ടുന്നത്. അപ്പോൾ ഏതൊക്കെ രീതിയിൽ അത് ചിക്കൻ ബോക്സ് നമുക്ക് പകരാം? ഇപ്പോൾ നമ്മളറിയാം തുപ്പലിലൂടെയോ അല്ലെങ്കിൽ ശ്വാസം നമ്മുടെ തുമ്മുന്നതിലൂടെയോ ഒക്കെ പകരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ നമ്മളിപ്പോൾ ഷേക്ക് ഹാൻഡ് കൊടുത്തതുകൊണ്ടോ അല്ലെങ്കിൽ നമുക്കറിയാം ഒരു ക്ലാസ്സിലൊരു കുട്ടി ഇതേക്ക് ചിക്കൻ ബോക്സ് ബാധിക്കുന്ന ഒരു ഏരിയ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പ്രിക്കോഷനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും? അതാണ് ഈ 2 ചോദ്യങ്ങളാണ് ഏറ്റവും നല്ല ചോദ്യങ്ങൾ. ഇതിൽ എങ്ങനെ സ്പ്രെഡ് ചെയ്യാം? ഇതിൻ്റെ സ്പ്രെഡ് എയറോസോൾ സ്പ്രെഡ് ഇല്ല, അതായത് ഡ്രോപ്ലെറ്റ് സ്പ്രെഡ് ഇല്ല, ഡയറക്റ്റ് കോൺടാക്റ്റ് മാത്രമേ ഉള്ളൂ. തൊട്ടാൽ മാത്രമേ ഈ സാധനം കിട്ടത്തുള്ളൂ. അല്ലാതെ അടുത്തിരുന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ട് കുറച്ച് ദൂരത്തിൽ നിന്ന് സംസാരിച്ചുകൊണ്ട് കിട്ടില്ല. അടുത്ത് ഇടപഴകിയാൽ മാത്രമേ, അല്ലെങ്കിൽ ത്രൂ 3rd person, അതായത് നമ്മളൊരാൾ പോയി തൊട്ടു, നമ്മൾ വേറെ ആളെ പോയി തൊട്ടു, അപ്പോൾ ഇയാളുടെ നിന്ന് അങ്ങോട്ട് പകരും. അതാണ് നമ്മളാണ് 3rd person. അപ്പോൾ ഒരു ഡ്രോപ്ലെറ്റ് സ്പ്രെഡോ എയർബോൺ സ്പ്രെഡോ നേസൽ ക്യാവിറ്റി അങ്ങനെയൊന്നുമില്ല. ഡയറക്റ്റ് കോൺടാക്റ്റിൽ കൂടെ മാത്രമേ ചിക്കൻ ബോക്സ് പകരത്തുള്ളൂ. അതായത് നമ്മൾ ആരെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ കൈ കഴുകുകയോ മുഖം കഴുകുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു നല്ലൊരു സ്റ്റെറൈൽ പ്രിക്കോഷൻ എടുത്തിട്ടില്ലെങ്കിൽ അത് നമുക്ക് സ്പ്രെഡ് ചെയ്യാം. ഒരു വൈറസ് മതി നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാക്കാൻ. പിന്നെ യൂഷ്വലി അങ്ങനെയാണ് യൂഷ്വലി സ്പ്രെഡ് ചെയ്യുന്നത്. ഞാൻ അതിൻ്റെ പ്രൊട്ടക്ഷനിലേക്ക് പിന്നെ വരാം. തീർച്ചയായിട്ടും അതിലേക്ക് തന്നെ തിരിച്ചു പോകാം. ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ ചിക്കൻ പോക്സിനെ കുറിച്ചാണ് ഡോക്ടർ ഫ്രാൻസിസ് ചെറിയാനാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. സർ, നമ്മൾ ഒരാൾ ചിക്കൻ പോക്സ് ഡയഗ്നോസ് ചെയ്തു, ഡോക്ടറുടെ അടുത്ത് പോയി കാണിച്ചു, ചെറിയൊരു ലീഷൻ വന്നു. ഇപ്പോൾ സാധാരണഗതിയിൽ ചിക്കൻ പോക്സിൻ്റെ ലീഷൻ കണ്ടു കഴിഞ്ഞാൽ ഈവൻ സാധാരണക്കാർക്ക് പോലും അത് ചിക്കൻ പോക്സിൻ്റെ ലീഷൻ ആണെന്ന് അറിയപ്പെടത്തക്ക രീതിയിലേക്ക് യഥാർത്ഥത്തിൽ ഈ ചിക്കൻ പോക്സ് വ്യാപകമായിട്ടുണ്ട്. അപ്പോൾ ഒരു വീട്ടിലൊരാൾ ഒരു കുട്ടി ചിക്കൻ പോക്സ് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ആ കുട്ടിയെ വീട്ടിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? നമുക്കറിയാം നാട്ടിൻ പുറത്തൊക്കെ വളരെയേറെ പഥ്യം ഈ ചിക്കൻ ബോക്സുമായിട്ട് ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ആഹാരങ്ങൾ കഴിക്കരുതെന്നും, ഉപ്പ് കഴിക്കരുത്, ചൂട് കഴിക്കരുത്, തണുപ്പുള്ള ഭക്ഷണങ്ങൾ കഴിക്കരുത്, നോൺ വെജിറ്റേറിയൻ കഴിക്കരുത്, ഇങ്ങനെ പലതരത്തിലുള്ള പഥ്യങ്ങളുമായിട്ടും ഈ ചിക്കൻ ബോക്സിന് വളരെയധികം ബന്ധമുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലൊരു കുട്ടി യഥാർത്ഥത്തിൽ പലപ്പോഴും ഈ കുട്ടികളെ ഇത്തരം ആഹാരം നമുക്ക് ശീലിപ്പിക്കാനും ഒരു പക്ഷേ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത്തരം പഥ്യങ്ങളിൽ ഏതെങ്കിലും രീതിയിലുള്ള സയൻറ്റിഫിക് ആയിട്ട് ഏതെങ്കിലും രീതിയിലുള്ള അർത്ഥമുണ്ടോ? ഈ കുട്ടിയെ, പ്രത്യേകിച്ച് ഒരു സ്കൂളിൽ പോകുന്ന കുട്ടിയെ എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ സൂക്ഷിക്കുക? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, നമ്മളൊരു ഡോക്ടറെ പോയി കണ്ടിട്ട് ആ കുട്ടിക്ക് ചിക്കൻ ബോക്സ് ആണെന്ന് ഉറപ്പായി വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐസൊലേറ്റ് ചെയ്യുക. ആ കുട്ടി ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ അവരുടെ പേരൻസ് ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ, വീട്ടിൽ വേറെ ആർക്കും ഇത് വന്നിട്ടില്ലെങ്കിൽ മറ്റുള്ളവർക്ക് പകർത്താണ്ടിരിക്കുന്ന നോക്കലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. അതിനെ നമ്മൾ ഐസൊലേറ്റ് ചെയ്യുക. പിന്നെ ഇക്കാലത്ത് ചിക്കൻ ബോക്സ് വളരെയധികം കോമൺ ആയതുകൊണ്ട് ഒരുമാതിരിപ്പെട്ട വീട്ടിലിപ്പോൾ ഒരു ജോയിൻറ്റ് ഫാമിലി ആണെങ്കിലും ന്യൂക്ലിയർ ഫാമിലി ആണെങ്കിലും 1-2 പേർക്ക് വന്നിട്ട് കാണും. അപ്പോൾ ആ വന്ന ആൾ ഫുഡും ഭക്ഷണവും കൊടുക്കലാണ് അതിൻ്റെ ഭക്ഷണവും മരുന്നും കൊടുക്കലാണ് അതിൻ്റെ ഒരു രീതി. പിന്നെ എത്ര നാൾ ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ അപ് ടു 7 days ആ കുട്ടീനെ സ്കൂളിൽ വിടാൻ പാടില്ല. കാരണം ഞാൻ പറഞ്ഞു അഭിലാഷിനോട് നേരത്തെ 6-7 ദിവസം വരെ കുട്ടിക്ക് മറ്റുള്ളവർക്ക് സ്പ്രെഡ് ചെയ്യാവുന്നത് കൊണ്ട് പല പേരൻസും ഈ കാര്യത്തിലാണ് ചെയ്യാത്തത്. കാരണം ഇപ്പോഴത്തെ പഠന
ലോഡ് വളരെയധികം കൂടുതലായതുകൊണ്ട് അവർക്ക് 2-3 ദിവസം വിടാണ്ടായാൽ തന്നെ നമ്മൾ ഡോക്ടറോട് നീരസം തോന്നും. കാരണം എന്താ ഡോക്ടറെ ഒരു ദിവസം വിട്ടില്ലെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് എഴുതാനുണ്ട് അങ്ങനെയൊക്കെ പറയും. അപ്പോൾ 2 ദിവസം നമ്മൾ 7 ദിവസം അല്ലെങ്കിൽ 10 ഡേയ്സ് ഞാൻ പറയും 10 ഡേയ്സ് വരെ വിടരുതെന്ന് പറഞ്ഞാലും അവർ 3 ദിവസം കഴിയുമ്പോൾ വിടും. അപ്പോൾ അതും കീപ്പ് ഓൺ സ്പ്രെഡിങ്. അതാണ് മെയിനായിട്ട് കാര്യങ്ങൾ നമ്മൾ. പിന്നെ രണ്ടാമത്തെ ചോദിച്ചത് അഭിലാഷ് പഥ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന്. സത്യം പറഞ്ഞാൽ അതാണ് അലോപ്പതി ഹോമിയോ ആയുർവേദമായിട്ടുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ നമുക്ക് പഥ്യങ്ങളില്ല. ഏതൊരു വൈറൽ ഫീവറിനാണെങ്കിലും ഒരു വൈറൽ ടിപ്പിക്കൽ വൈറൽ ഫീവർ എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് വെള്ളം ഇൻടേക്ക് കൂടിയിട്ട് ലൈറ്റ് ഫുഡ് പറയുന്നല്ലാണ്ട് വേറെ പനി ഇല്ലാത്ത നമ്മൾ ഏത് വൈറൽ ഇൻഫെക്ഷൻ ആണെങ്കിലും ഇപ്പോൾ മംസ് ആയാലും മീസിൽസ് ആയാലും ഹെപ്പറ്റൈറ്റിസ് എന്തെങ്കിലും നമ്മൾ ചിക്കൻ ബോക്സ് ആയാലും നമ്മൾ പഥ്യത്തിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. യൂഷ്വലി നമ്മൾ മെഴുക്കുള്ളത് ഒഴിവാക്കാൻ പറയും, അല്ലാണ്ട് ഇന്നത് കഴിക്കാൻ പാടില്ല ഇന്നത് കഴിക്കണം എന്നുള്ള ഒരു ഡെഫിനറ്റീവ് പഥ്യം ചിക്കൻ ബോക്സിന് എന്തായാലും ഇല്ല. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഈ ലീഷൻ്റെ കാര്യത്തിൽ, അതായത് ചിക്കൻ ബോക്സിൻ്റെ ടിപ്പിക്കൽ ലീഷനെ സംരക്ഷിക്കുന്ന കാര്യത്തിനകത്ത് ഇത് ചില ആൾക്കാരെങ്കിലും കുട്ടികളായാലും ഈ ലീഷൻ വന്നു കഴിഞ്ഞാൽ ചില കുട്ടികളൊക്കെ ചൊറിഞ്ഞ് പൊട്ടിക്കാറുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ ഈ ലീഷൻ എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഈ കുളിച്ച് കഴിഞ്ഞാൽ പലപ്പോഴും പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുണ്ട് കുളിച്ച് കഴിഞ്ഞാൽ ലീഷൻ അത് പകരാനായിട്ട് സാധ്യതയുണ്ടെന്ന്. അപ്പോൾ കുളിയുമായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള ബന്ധമുണ്ടോ? ഈ ലീഷൻ കുട്ടികൾ 1-2 ലീഷനൊക്കെ ചിലപ്പോൾ രാത്രി അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ചിലപ്പോൾ പൊട്ടിയെന്നിരിക്കും. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ ശ്രദ്ധിക്കുക? അത് അഭിലാഷ് അതൊരു നാട്ടിൻ ഭാഷയിൽ പറയണതാണ്, ഇത്ര ദിവസം കഴിഞ്ഞിട്ട് കുളിക്കാൻ പാടില്ല. അതിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. നമുക്ക് പനിയില്ലാത്ത ഏതൊരു ദിവസം വേണമെങ്കിലും പൊന്തി കഴിഞ്ഞാൽ കുളിക്കാം. ഇതിന് നമ്മൾ യൂഷ്വലി നമ്മളൊരു 4-5 സ്റ്റേജ് ആയിട്ടാണ് നമ്മൾ ഈ ലീഷൻസിനെ നമ്മൾ സെൻട്രിപിറ്റൽ പ്ലിയോമോർഫിക് റാഷാണ്. കാരണം ചിക്കൻ ബോക്സിൻ്റെ റാഷ് യൂഷ്വലി നമുക്ക് കാണാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രങ്കും ബാക്കും പിന്നെ ഷോൾഡേഴ്സിലാണ് മെയിനായിട്ട് കാണുക. അതിന് സെൻട്രിപെറ്റൽ എന്ന് പറയും. വളരെ ലെസ്സായിരിക്കും ഫേസും സ്കാൽപ്പും എക്സ്ട്രിമിറ്റീസും കേട്ടോ. അപ്പോൾ നമ്മൾ യൂഷ്വലി നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒരു മാക്യൂൾ പോലെ ഡെവലപ്പ് ചെയ്യും, പിന്നെ അതൊരു പാപ്യൂളാവും, പിന്നെ ഒരു വെസേക്കിളാവും, ഒരു പസ് ഡെവലപ്പ് കണ്ടാൽ തന്നെ നമുക്ക് ഒറ്റയടിക്ക് കണ്ടാൽ തന്നെ അറിയാം വെസേക്കിളാവും, പിന്നെ ഒരു സ്കാബാവും, ക്രസ്റ്റാവും. പിന്നെ ഇപ്പോൾ നേരത്തെ പറഞ്ഞു കുളിപ്പിച്ചുകൊണ്ട് അത് ചൊറിഞ്ഞുകൊണ്ട് അത് പൊട്ടി ഒലിച്ചതുകൊണ്ട് അതിൽ നിന്ന് ഒരിക്കലും വൈറസ് സ്പ്രെഡ് ചെയ്യില്ല. കാരണം അതിൽ ഈ വാരിസില്ല സോസ്റ്റ് വൈറസ് ഇല്ല. യൂഷ്വലി വൈറസ് സ്പ്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് കോൺടാക്ട് കൂടെ, അല്ലാണ്ട് അതിൽ നിന്നൊരു സ്പ്രെഡോ അല്ലെങ്കിൽ കുട്ടി അറിയാണ്ട് ചൊറിച്ച് പൊട്ടിയോണ്ടോ അല്ലെങ്കിൽ കുളിപ്പിക്കുമ്പോൾ അതിനൊന്നും വലിയ കാര്യമായിട്ട് ഇമ്പോർട്ടൻസ് ഇല്ല ശരിക്കും. തീർച്ചയായിട്ടും. ഒരിക്കലും ഈ ചിക്കൻ ബോക്സ് ഡയഗ്നോസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ചില ആൾക്കാർക്കെങ്കിലും അറിയാം, ഇപ്പോൾ സാധാരണ ചെറിയൊരു കുരു പൊങ്ങുന്നത് കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും ചിക്കൻ ബോക്സ് അല്ല മറ്റെന്തെങ്കിലും ചൂടുവരികളാണെന്ന് പറഞ്ഞ് നെഗ്ലക്റ്റ് ചെയ്യുന്നതുമുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് ചൂട് കാലാവസ്ഥയിൽ ഏതെങ്കിലും ഒരു കുരുക്കൾ കാണുകയും ചെറിയ ടെമ്പറേച്ചർ വരികയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് നെഗ്ലക്റ്റ് ചെയ്യുക വളരെ സ്വാഭാവികപരമായിട്ടാണ്. അപ്പോൾ ഏർലി ഡയഗ്നോസിസ് ഓഫ് ചിക്കൻ ബോക്സിന് ഇമ്പോർട്ടൻസ് ഉണ്ടോ? ഏർലി ഡയഗ്നോസിസ് ചിക്കൻ ബോക്സിന് കാര്യമായിട്ടൊരു ഇമ്പോർട്ടൻസും ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഞാൻ പലപ്പോഴും പറയാറ്, ഇപ്പം ആരും നോക്കാനില്ലാത്ത അനാഥരായിട്ടുള്ള കുറേ കുട്ടികൾ തമിഴന്മാരൊക്കെ നടക്കുമ്പോൾ അവർക്കൊക്കെ ചിക്കൻ ബോക്സ് വന്ന് പോകണത് പോലും അറിയില്ല. കാരണം ഇപ്പോഴത്തെ പേരൻസിനെ പോലെ ഒന്ന് പൊന്തുമ്പോഴും ഒന്ന് ടെമ്പറേച്ചർ പൊന്തുമ്പോഴേക്കും ഒരു പീഡിയാട്രിഷനെ പോയിട്ടൊന്നും അവർക്ക് കാണിക്കാനുള്ള മാർഗ്ഗവും ഇല്ല, അവർക്കുള്ള ആക്സസ്സും ഇല്ല. അപ്പോൾ അവരൊക്കെ വന്ന് തന്നെ പോവും. അപ്പോൾ അല്ലാണ്ട് ഇപ്പോൾ ഏർലി ആയിട്ട് ഡയഗ്നോസ് ചെയ്യുന്ന പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നുമില്ല. കാരണം ഇതിനൊരു ഡെഫിനിറ്റീവ് ട്രീറ്റ്മെൻറ്റ് ഇല്ല. ഇപ്പോൾ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷനോ ഫംഗൽ ഇൻഫെക്ഷനോ ആണെങ്കിൽ ഒരു ഡെഫിനിറ്റീവ് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ ഒരു 2-3 ദിവസം മുന്നേ തുടങ്ങി കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് ഓറലി നമുക്ക് വായക്കുള്ള മരുന്നുകൊണ്ട് മതിയാക്കാം. അല്ലെങ്കിൽ ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മളൊരു ബാക്ടീരിയ അങ്ങനത്തെയൊക്കെ കണ്ടുപിടിക്കാൻ നമുക്ക് IV ആൻറ്റിബയോട്ടിക്കും IP ട്രീറ്റ്മെൻറ്റും വേണ്ടി. അപ്പോൾ ചിക്കൻ ബോക്സിന് ഡയഗ്നോസിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. പകർച്ച ഒഴിവാക്കാന്നല്ലാണ്ട് നേരത്തെ ഡയഗ്നോസ് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ല. പിന്നെ ഒരു പീഡിയാട്രിഷനെ കണ്ടാൽ അറിയാം, അവർ മെയിനായിട്ട് ഇത് മനസ്സിലാക്കുന്ന ഹിസ്റ്ററിയും കൂടെയാണ്. ഇപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടി ഇങ്ങനെ ഒരു കണ്ടാൽ തന്നെ ഒരു വെസിക്കിൾ ടൈപ്പ് റാഷ്, കോൺസ്റ്റിറ്റ്യൂഷണൽ സിംറ്റംസ്, കുട്ടി സിക്കാണ്, പിന്നെ വീട്ടിൽ തന്നെ ഹിസ്റ്ററി, അങ്ങനത്തെ ഒരു ഹിസ്റ്ററി കൂടിയാണ്. പിന്നെ ഡെഫിനറ്റീവ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്. പക്ഷേ അതൊന്നും നമ്മളിവിടെ ചെലൈസ എന്നൊക്കെ പറഞ്ഞ ടെസ്റ്റുകളുണ്ട്, അതൊന്നും നമ്മളിവിടെ ചെയ്യുന്നില്ല. പിന്നെ പ്രായം നമ്മൾ നോക്കും ശരിക്കും പറഞ്ഞാൽ. പിന്നെ മന്ത് നോക്കും. ഏതൊരു കൊല്ലാണെങ്കിലും ജാനിലും മേയിലുമാണ് അത് കൂടുതൽ കാണുക. അപ്പോൾ നമ്മൾ ആ മാസങ്ങളിലാണെങ്കിൽ ചിക്കൻ ബോക്സ് നമ്മൾ കൂടുതൽ സസ്പെക്ട് ചെയ്യും. പിന്നെ ജനിച്ച ദിവസം തൊട്ടിട്ട് ഏത് വയസ്സ് മരിക്കണ ദിവസത്തിൽ തൊട്ട് മുന്നേ വരെയുള്ള ആൾക്ക് വേണമെങ്കിൽ ചിക്കൻ ബോക്സ് വരാം. പക്ഷേ മെയിൻലി ഇത് വരണത് ബിറ്റ്വീൻ 5 and 9 years. അപ്പോൾ എല്ലാം കൂടി നമ്മൾ ചേർച്ച് വെച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ചിക്കൻ പോക്സ് ഡയഗ്നോസ് ചെയ്യുക. തീർച്ചയായിട്ടും. നമുക്ക് ചിക്കൻ പോക്സിനെതിരെ നമുക്കറിയാം ഒരുപാട് വൈറൽ ഇൽനസിന് വേണ്ടിയിട്ട് നമുക്ക് എഫക്റ്റീവായിട്ടുള്ള വാക്സിൻസ് ഇപ്പോൾ നിലവിലുണ്ട്. അപ്പോൾ ചിക്കൻ പോക്സിനും എഫക്റ്റീവായിട്ടുള്ള വാക്സിൻസ് ഇന്ന് നിലവിലുണ്ടോ? നമുക്കൊരു സാധനം അറിയാം, പല വാക്സിനും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ചിലത് ലൈഫ് ടൈം പ്രൊട്ടക്ഷൻ കിട്ടും, ചിലതാണെങ്കിൽ 5 കൊല്ലം, 10 കൊല്ലം, 2 കൊല്ലം, അങ്ങനെ പല രീതിയിലാണുള്ളത്. അപ്പോൾ ചിക്കൻ പോക്സിൻ്റെ വാക്സിൻ്റെ ഒരു എഫിഷ്യൻസി എത്രത്തോളം നിലനിൽക്കും? ഇതാണ് ഇപ്പോൾ നമ്മൾ ഇത് ചെയ്യുന്ന മൂന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഞാൻ എപ്പോഴും പേഷ്യൻസിൻ്റെ അടുത്ത് ബൈസ്റ്റാൻഡേഴ്സിൻ്റെ അടുത്ത് പറയേണ്ടത് വാക്സിൻസ് ഒക്കെ നമ്മൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളാണ് സത്യം പറഞ്ഞത്. കാരണം നമ്മളിപ്പോൾ ചിക്കൻ ബോക്സ് ഒരു ഔട്ട് ബ്രേക്ക് നമ്മുടെ സ്കൂളിലുണ്ടെങ്കിൽ നമ്മുടെ കുട്ടീനെ ധൈര്യമായിട്ട് അങ്ങോട്ട് വിടാം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിൽ. ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയാം. 2 ടൈപ്പ് വാക്സിൻസ് ഇവിടെ അവൈലബിൾ ആണ്. ഒന്ന് ലൈവും ഉണ്ട്, ഒന്ന് കില്ലും ഉണ്ട്. ലൈവ് വാക്സിനാണ് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത്. അത് ഒരു പ്രീ എക്സ്പോഷറാണ്. നമ്മൾ ചിക്കൻ ബോക്സ് വന്നിട്ടില്ല വരാണ്ടിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അത് എടുത്താലും 30 days കഴിഞ്ഞിട്ട് ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുള്ളൂ. അപ്പോൾ യൂഷ്വലി നമ്മളത് ചെയ്യുക 1 year കഴിഞ്ഞ് എപ്പോൾ വേണമെങ്കിൽ ചെയ്യാം. 1 year കഴിഞ്ഞ ആൾക്ക് എപ്പോൾ വേണമെങ്കിൽ ചെയ്യാം. 10 yearsനുള്ളിലാണ് ചെയ്യണമെങ്കിൽ 1 ഡോസ് മതി. 10 years കഴിഞ്ഞിട്ടാണ് ചെയ്യണമെങ്കിൽ 8 weeks എപ്പാർട്ട് 2 ഡോസ് വേണം. ഇതിൻ്റെ വില ഏകദേശം ഒരു
1250 വരും. പിന്നെ ചോദിച്ചത് എത്ര നാളത്തേക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട്. നമുക്കിപ്പോൾ ഒരു ചിക്കൻ ബോക്സ് ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ ലൈഫ് ലോങ് പ്രൊട്ടക്ഷനാണ്, പ്രൊവൈഡഡ് നമ്മൾ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് അല്ലെങ്കിൽ. അർത്ഥം മനസ്സിലായോ? കാരണം വെച്ചാൽ നമുക്കൊരു ഇമ്മ്യൂണോ കോംപ്രമൈസ് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ പിന്നെയും വരാം. അതല്ല, ഒരു നോർമൽ ഹ്യൂമൻ ബീയിങ്ങിന് ചിക്കൻ ബോക്സ് ലൈഫിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും വരില്ല. ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റിയാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഈ വാക്സിനേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഓൺലി അവർ പറയുന്നത് 20 ഇയേഴ്സിലെ പ്രൊട്ടക്ഷൻ ഉള്ളൂ. അപ്പോൾ നമ്മളൊരു വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ 20 വർഷത്തേക്ക് ചിക്കൻ ബോക്സ് വരില്ല. പക്ഷേ 20 വയസ്സ് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. അത് വളരെ എഫക്റ്റീവാണ്, നമുക്ക് വളരെയധികം ശ്രദ്ധിക്കാം. പക്ഷേ പലപ്പോഴും നമ്മുടെ ഏരിയയിൽ കാണാം, വളരെ ഇപ്പോൾ പഴയ പോലെ ഒന്നല്ല പക്ഷേ ഒരുപാട് പേര് ഇപ്പോൾ അവരായിട്ട് തന്നെ വരുന്നുണ്ട്. പണ്ടൊക്കെ നമ്മൾ അത്രയ്ക്കധികം ക്യാൻവാസ് ചെയ്താൽ ഒരു പാരൻ്റ് അതിന് സമ്മതിക്കുള്ളൂ, കാശ് മാത്രമല്ല പ്രശ്നം. പക്ഷേ ഇപ്പോഴൊക്കെ പലരും നമ്മുടെ ഒ പിയിലേക്കും നമ്മുടെ ഹോസ്പിറ്റലിലേക്കും വരാറുണ്ട്. എന്തിനാ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ വാക്സിനല്ല ഡോക്ടർ, ചിക്കൻ ബോക്സ് വാക്സിൻ ഇറങ്ങിയത് തൊട്ട് നമുക്ക് എടുത്താൽ കൊള്ളാമെന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഹെപ്പറ്റൈറ്റിസ് എ, ടൈഫോയിഡ്, ഇതൊക്കെ ഓപ്ഷണൽ വാക്സിൻസ് ആണ്, കുറച്ച് എക്സ്പെൻസീവ് ആണ്. പക്ഷേ എടുത്തു കഴിഞ്ഞാൽ വളരെ നമുക്ക് ഏറ്റവും പ്രധാനം എന്ന് വെച്ചാൽ നമുക്ക് ധൈര്യമായിട്ട് ഒരു ചിക്കൻ ബോക്സുള്ള ഒരു ഗ്രൂപ്പിലോട്ട് വിടാം, കാരണം അതൊരിക്കലും വരത്തില്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഔട്ട് ബ്രേക്ക് ഉണ്ടായി, അല്ലെങ്കിൽ വീട്ടിലുണ്ട്, അപ്പോൾ അവർ ഓടി വരും. ഡോക്ടർ, ഒരു കുട്ടിക്ക് പൊന്തിയിട്ടുണ്ട്, വീട്ടിൽ പ്രഗ്നൻ്റ് ആയിട്ടുള്ളൊരു അമ്മയുണ്ട്, ഒരു ചെറിയ കുട്ടിയുണ്ട്, വേറെ കുട്ടിയുണ്ട്, ഇവർക്ക് വരാണ്ടിരിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഇപ്പോൾ വാക്സിൻ എടുത്തിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം നമ്മൾ വാക്സിൻ എടുത്താലും 30 ദിവസം കഴിഞ്ഞിട്ടാണ് ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുള്ളൂ. അപ്പോൾ ആ 30 ദിവസത്തിനുള്ളിൽ ഇവർക്ക് കിട്ടാനുള്ള പോസിബിലിറ്റി ഹൈ ആണ്. ചിലപ്പോൾ ഇവർ ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്നിട്ട് അവർ പറയും ഡോക്ടർ ഇതേ പൊന്തി, നമ്മുടെ 1500 രൂപ പോയി എന്ന് പറഞ്ഞാൽ നമുക്ക് ഉത്തരമില്ല. കാരണം അപ്പോൾ നമ്മൾ പറയും ഇപ്പോൾ എടുത്തിട്ട് കാര്യമില്ല, നിങ്ങളുടെ ഈ ഔട്ട് ബ്രേക്ക് കഴിഞ്ഞിട്ട് 30 ദിവസം കഴിഞ്ഞിട്ട് എടുത്താൽ മതി. തീർച്ചയായിട്ടും അതിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ചിക്കൻ ബോക്സിനെ കുറിച്ചാണ്, പ്രത്യേകിച്ച് കുട്ടികളിൽ വരുന്ന ചിക്കൻ ബോക്സിനെ കുറിച്ച്. ഡോക്ടർ ഫ്രാൻസിസ് ചെറിയാനാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. കുട്ടികളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ തന്നെ സാർ, ഒരു പ്രത്യേക കാര്യം കൂടി, സാധാരണഗതിയിൽ പ്രഗ്നൻറ്റ് ലേഡീസ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ആദ്യത്തെ കുട്ടിയുണ്ട്, അത് 5-6 വയസ്സൊക്കെ ആയിരിക്കുമ്പോഴായിരിക്കും സാർ നേരത്തെ പറഞ്ഞാൽ ഗ്രൂപ്പിൽ ചിക്കൻ ബോക്സ് ഉണ്ടാകുക. അപ്പോൾ വീട്ടിലൊരു പ്രഗ്നൻറ്റ് ലേഡി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫീഡിങ് മദർ ഉണ്ടെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യുക? അങ്ങനെ ഹൈ റിസ്ക് ഗ്രൂപ്പിൽ പ്രഗ്നൻറ്റ് വുമൻ അല്ലെങ്കിൽ പ്രഗ്നൻറ്റ് മദർക്ക് ചിക്കൻ ബോക്സ് വന്നിട്ടുണ്ട്, കുട്ടിക്ക് വരുമോ വരില്ലേ നമുക്ക് അറിയത്തില്ല. പിന്നെ ഇമ്മ്യൂണോ കോംപ്രമൈസ് പേഷ്യൻസ്, അസുഖങ്ങൾ, മറ്റേ സ്റ്റിറോയിഡ് തെറാപ്പി, അങ്ങനെ ഇമ്മ്യൂണോ ഒരു ലൈഫ് ലോങ് ഒരു ഓൺഗോയിങ് ഇൻഫെക്ഷൻ ഉള്ള ആൾക്കാർക്കൊക്കെ നമ്മൾ യൂഷ്വലി വാരിസെല്ല സോസ്റ്റർ ഇമ്മ്യൂണോഗ്ലോബിനാണ് യൂഷ്വലി എടുക്കാറ്. അതിൻ്റെ ഡോസ് എങ്ങനെയാണെന്ന് വെച്ചാൽ 15 mg മൈക്രോഗ്രാം per kg, മാക്സിമം ഓഫ് 600, ഒരൊറ്റ ഡോസായിട്ട് എടുക്കും. അത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. അപ്പോൾ പ്രഗ്നൻറ്റ് ലേഡീസിന് ഇത് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെ കാര്യമായിട്ടൊരു ബുദ്ധിമുട്ടൊന്നും വരില്ല കുട്ടിക്ക്. അതായത് ആദ്യത്തെ 3 months പ്രഗ്നൻസിയുടെ സമയത്ത് അമ്മയ്ക്ക് വന്നു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ജനിക്കുമ്പോൾ കാര്യമായിട്ടുള്ള ഒരു ഇൻസൾട്ട് അങ്ങനെ വരാറില്ല. ഒരു ചെറിയൊരു ലിംബട്രോഫിയോ അല്ലെങ്കിൽ എന്താ പറയുക കഴിഞ്ഞാൽ ഒരു ക്യൂട്ടേനിയസ് ന്യൂറോളജിക്കൽ മാനിഫെസ്റ്റേഷനൊക്കെ വരാം, അതൊക്കെ വളരെ മൈൽഡായിട്ട്. പക്ഷേ ലേറ്റ് പ്രഗ്നൻസിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ 15% വരാമെന്നാണ് പറയുന്നത്. അതിൽ 35% മോർട്ടാലിറ്റി റേറ്റ് ഭയങ്കര ഹൈ ആണ്. അപ്പോൾ അങ്ങനത്തെ കുട്ടികൾക്ക് നമ്മൾ യൂഷ്വലി വാരിസെല്ല സോസ്റ്റർ ഇമ്മ്യൂണോഗ്ലോബിനാണ് അഡ്വൈസ് ചെയ്യുക, അല്ലാണ്ട് സാധാരണ ലൈവ് വാക്സിൻ അല്ല നമ്മൾ അഡ്വൈസ് ചെയ്യുക. തീർച്ചയായിട്ടും സാധാരണഗതിയിൽ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്കറിയാം ഈ അഡൽട്സിന് കുട്ടിക്കാലത്ത് നമുക്ക് പണ്ട് നാളിലൊന്നും കുട്ടിക്കാലത്ത് ഇത്തരം വാക്സിൻസ് ഒന്നും നമുക്ക് ലഭ്യമല്ല. ഇപ്പോൾ അഡൽട്സിന് 20 വയസ്സോ 30 വയസ്സോ ഒക്കെ ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത്തരം ചിക്കൻ പോക്സ് വാക്സിൻസ് എടുക്കാമോ? എത്ര ഏജ് വരെ നമുക്ക് ഇത്തരം ചിക്കൻ പോക്സിന് എടുക്കാം? പലപ്പോഴും കേട്ടിട്ടുണ്ട് പ്രായമായവരിൽ വരുന്ന ചിക്കൻ പോക്സ് കുറച്ചുകൂടി സീരിയസ് ആയിട്ട് ചിലപ്പോൾ വരുന്ന കുട്ടികളിൽ വരുമ്പോൾ ചിലപ്പോൾ വളരെ പോവുകയും, പ്രത്യേകിച്ച് പ്രായമായവരിൽ 50 വയസ്സോ 55 വയസ്സിലോ ഒക്കെ 60 വയസ്സുകളിലൊക്കെ കഴിഞ്ഞ് വരുന്ന ചിക്കൻ പോക്സ് കുറച്ചുകൂടി സീരിയസ് ആയിട്ട് വരുന്നതുമായിട്ടും പറഞ്ഞു കേട്ടുള്ളൂ. അതിലേതെങ്കിലും രീതിയിലുള്ള വാസ്തവമുണ്ട്? യൂഷ്വലി ചിക്കൻ പോക്സ് ഞാൻ നേരത്തെ പറഞ്ഞു, ജനിച്ച ദിവസം തൊട്ട് മരിക്കണ ദിവസം തൊട്ട് മുന്നതുള്ള ദിവസം വരെ ചിക്കൻ ബോക്സ് ആർക്ക് വേണമെങ്കിൽ വരാം. പക്ഷേ മെജോറിറ്റി ഞാൻ പറഞ്ഞു 5 to 9 ഏജ് ഗ്രൂപ്പാണ്. പക്ഷേ മോർട്ടാലിറ്റി റേറ്റ് ഹൈ അല്ലെങ്കിൽ കൂടുതൽ സിവിയറായിട്ട് ഇൽനെസ് ഉണ്ടാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അഡൾട്ട്സിനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നെക്സ്റ്റ് ചോദ്യം എന്താണെന്ന് വെച്ചാൽ വാക്സിൻ എപ്പോൾ 1 year കഴിഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു എപ്പോൾ വേണമെങ്കിലും എടുക്കാം. ഇപ്പം എൻ്റെ വൈഫിനൊക്കെ ചിക്കൻ ബോക്സ് വാക്സിൻ എടുത്തത് എൻ്റെ മാരേജ് കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞു, അതിന് മുന്നേ എടുത്തിട്ടില്ല. മോനെടുത്തത് കറക്റ്റ് സമയത്ത് എടുത്തു, 1 year കഴിഞ്ഞപ്പോൾ ചെയ്തു. അപ്പോൾ പക്ഷേ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ മോനെടുത്തപ്പോൾ 10 years താഴെ ആയതുകൊണ്ട് ഒരു ഡോസ് മതി അവന്. വൈഫിനാണ് നമ്മൾ 10 years മേലെ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഒരു 4 to 8 weeks ഗ്യാപ്പിൽ ഒരു ബൂസ്റ്റർ ഡോസും കൂടി കൊടുക്കണം 20 years പ്രൊട്ടക്ഷൻ കിട്ടാൻ. 20 years കഴിഞ്ഞ് വി കീപ്പ് ഓൺ റിപ്പീറ്റിംഗ് അഗെയിൻ. അതാണ് നമ്മൾ പറയുന്നത്. അല്ലാണ്ട് ഈ പ്രായമായിട്ടുള്ള ഒരാൾക്ക് ചിക്കൻ ബോക്സ് വന്നു കഴിഞ്ഞാൽ അതിന് മാരകമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടൊന്നും നമ്മൾ ഒരിടത്തും വായിച്ചിട്ടില്ല. അങ്ങനെ ഈ ചിക്കൻ ബോക്സ് മറ്റേ മെനിഞ്ചൈറ്റിസ് ആയിട്ടോ മറ്റുള്ള വൈറൽ അസുഖങ്ങളെ കാണിച്ചുള്ള മറ്റേതെങ്കിലും തരത്തിലുള്ള സ്പൈനൽ കോഡിനെയോ ബ്രെയിനെയോ ഒക്കെ ബാധിക്കാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? എത്ര ശതമാനം ആൾക്കാരിൽ ഇത്തരം പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും? വളരെ ഒരു
10% കുറവുള്ള ആൾക്കാർക്കാണ് എൻസെഫലൈറ്റിസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. പക്ഷേ വാരിസെല്ല ന്യൂമോണിയ കുറച്ച് കോമൺ ആണ്, അതായത് ന്യൂമോണിയ കുറച്ച് കാണാറുണ്ട്. അപ്പോൾ നമ്മൾ ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നത് അതിനും കൂടിയാണ്. സെക്കൻഡറി ഇൻഫെക്ഷൻ ടു ദ ബ്രെയിൻ ആൻഡ് സെക്കൻഡറി ഇൻഫെക്ഷൻ ടു ദ ലങ്സ് പ്രിവെൻറ്റ് ചെയ്യാനാണ് ഈ വാരിസെല്ല ന്യൂമോണിയയും വാരിസെല്ല എൻസെഫലൈറ്റിസും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് പഠനങ്ങൾ പറയണത് ഈ പ്രഗ്നൻറ്റ് മദറിന് ചിക്കൻ ബോക്സിന് ആ കുട്ടികൾക്ക് ഭാവിയിൽ അതായത് ബ്ലഡ് ക്യാൻസർ വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ടെന്ന് ലേറ്റസ്റ്റ് പഠനങ്ങൾ പറയുന്നു. പക്ഷേ അതൊന്നും അത്രത്തോളം നമുക്ക് ഒരു ക്ലിയർ റിപ്പോർട്ടല്ല. തീർച്ചയായിട്ടും ഡോക്ടർ തിരക്കേറിയ സമയം പീപ്പിൾ ടി വിയോടും സഹകരിക്കുകയും വളരെ ദൂരെ നിന്ന് നമ്മുടെ തിരുവനന്തപുരം സ്റ്റുഡിയോയിലെത്തുകയും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ചിക്കൻ പോക്സിനെ കുറിച്ച് വളരെ ലളിതമായി തന്നെ പറഞ്ഞു തന്നതിൽ ഇനിയൊരു അവസരത്തിൽ തീർച്ചയായിട്ടും വീണ്ടും കാണാം. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശവും ഞങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. അറിയിക്കേണ്ട വിലാസം ഹലോ ഡോക്ടർ പീപ്പിൾ മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, കൈലി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം 34. നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം hello@peopletv.in എന്ന വിലാസത്തിലും. പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.